എൻ്റെ പേര് ഫെമിൻ. ഞാൻ തിരുവനന്തപുരം വെട്ടയാട് സ്വദേശത്തു നിന്നാണ് വരുന്നത്. ഈ അൾത്താരയിൽ, അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുക്കിയതിന് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ ഫസ്റ്റത്തെ നിയോഗം എന്ന് പറയുന്നത് വിസയാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിവിടെ 2023 ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് വരുന്നത്. ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു ഇതണക്കൊരു കൃപാസനമുണ്ട്, ആലപ്പുഴയാണ്, അവിടേക്ക് ഒന്ന് പോയിട്ട് വരണം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ദുശ്ശീലങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ ആ ദുശ്ശീലങ്ങളുമായിട്ടാണ് ഞാൻ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ചവിട്ടുന്നത്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു. ഒരു ടൂറ് പോലെ വന്നിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ പോലും അറിയാതെ ഓരോ മാസവും എൻ്റെ ഓരോ ദുശ്ശീലങ്ങൾ നിൽക്കാൻ തുടങ്ങി. ഓരോന്ന് സ്റ്റോപ്പായി. 2024 ഏപ്രിൽ മാസം എന്നെ അമ്മ ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ എല്ലാ ദുശ്ശീലങ്ങളും മാറ്റി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ വിസയാണ്. ഞാൻ 8 വർഷം ദുബായിലായിരുന്നു. 8 വർഷം ദുബായിലായി. നമ്മുടെ കോവിഡ് കഴിഞ്ഞിട്ട് ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ ഒരു ലീവിന് നാട്ടിൽ വരികയാണ്. നാട്ടിൽ വന്നതിന് ശേഷം ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ പോയി. എനിക്ക് തിരിച്ച് പോകാൻ പറ്റിയില്ല. അങ്ങനെ വേറെ കൺട്രിയിൽ, യൂറോപ്പിലൊക്കെ പോകാമെന്ന് ഒരുപാട് പരിശ്രമിച്ചു. 3 വർഷമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 2024 ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഫസ്റ്റ് നിയോഗം തന്നെ അതാണ്, എനിക്ക് വിദേശത്തൊരു ജോലി. അങ്ങനെ 5 കൺട്രിയിൽ കൊടുത്തു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പോളണ്ട്, അങ്ങനെ 5 കൺട്രിയിൽ കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. ഏജൻറ്റിന് പൈസ കൊടുക്കുന്നു. ചെന്നൈ, ബാംഗ്ലൂർ, എറണാകുളം ഇവിടെയൊക്കെ സബ്മിഷന് പോകുന്നു. 1 മാസം കഴിഞ്ഞ് അറിയാം റിജക്ഷൻ. അങ്ങനെ ഒരു രക്ഷയില്ല, ഫുള്ള് റിജക്ഷനാണ്. അങ്ങനെ ഉടമ്പടി ഫസ്റ്റ് എടുത്ത സമയത്ത് ഭയങ്കര ഉഴപ്പലായിരുന്നു. നേരെയൊന്നും ഉടമ്പടി ചെയ്യത്തില്ല, ബൈബിൾ വായനയില്ല, പള്ളി പോക്കില്ല. അങ്ങനെ 2ാമത് പുതുക്കി, 3ാമതും പുതുക്കി, 4ാമത് പുതുക്കി കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ഉടമ്പടിയിൽ വിശ്വാസത്തിൽ വന്നത്. അങ്ങനെ കുർബാന കൂടാൻ തുടങ്ങി. കുർബാനയെന്ന് പറഞ്ഞാൽ രാവിലെ കുർബാനയ്ക്ക് പോവും, വൈകിട്ട് പിന്നെയും കുർബാനയ്ക്ക് പോവും. രാവിലെയും വൈകിട്ടും യേശുവിനെ സ്വീകരിക്കും. അങ്ങനെ എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. 3 വർഷമായിട്ട് ഓരോ സ്ഥലത്ത് പോകുന്നതല്ലാതെ ഒരു രക്ഷയില്ല. എൻ്റെ കൂടെ വെച്ചിരുന്ന എല്ലാവരും ഇപ്പോൾ ഓരോ കൺട്രിയിലായിട്ട് ഇരുന്ന് സെറ്റിലായി. എൻ്റെ കസിൻ ബ്രദർ തന്നെ ഇപ്പം UK അവൻ, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അനിയൻ വന്ന് ഉടമ്പടി എടുത്തതാണ്. അവനും വിസ വന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ വിഷമിച്ചിട്ടില്ല. കാരണം ഞാൻ ഉടമ്പടിയിലാണ്. എനിക്കറിയാം എന്നെങ്കിലും അമ്മ എന്നെ ഉയർത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ട്രൈ ചെയ്ത് ഏജൻസിന് പൈസയും കൊടുത്ത് ഒരു രക്ഷയില്ല. അവസാനം ഞാൻ സ്റ്റോപ്പാക്കി. ഇനി ഏജൻസിക്ക് പൈസ കൊടുക്കുന്നില്ല, ഒരു വിസയ്ക്കും ട്രൈ ചെയ്യുന്നില്ല. പക്ഷേ ഉടമ്പടിയിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നു. ഇടയ്ക്ക് വെച്ച് ഉടമ്പടി സ്റ്റോപ്പായി, ജോലിക്കൊക്കെ പോകുന്ന കാരണം സ്റ്റോപ്പായി. പിന്നെ ഉടമ്പടി പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 5ാമത്തെ പുതുക്കി, 6ാമത്തെ പുതുക്കി, ഇപ്പോൾ 7ാമത്തെ പുതുക്കിയിരിക്കുക. അങ്ങനെ ഉടമ്പടി തന്നെ കണ്ടിന്യൂ ചെയ്തു. കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി, കണ്ടിന്യൂസ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പോലും അറിയുന്നില്ല, എനിക്കൊരു വചനം കിട്ടി. ആ വചനമെന്ന് പറഞ്ഞാൽ 1 ദിനവൃത്താന്തം 4:10. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ലാസ്റ്റ് പറയുന്ന ഒരു ഇതുണ്ട്, വാക്യം. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ ഒരു വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഈ ഒരു വചനം ഞാനൊരു 2 മാസം മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചൊല്ലാൻ തുടങ്ങി. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച്
എൻ്റെ വിസ തടസ്സം മാറ്റി, എൻ്റെ ജോലി തടസ്സം മാറ്റി, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ച് ജൂൺ ഫസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പോലും അറിഞ്ഞില്ല, എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വഴി എനിക്ക് ഒരു വിസ വരെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വിസ കൊടുക്കട്ടോ. അപ്പോൾ ഈ 5 കൺട്രിയിലും കൊടുത്തിട്ട് എൻ്റെ ഒരുപാട് പൈസ പോയി. ഇനി ഞാൻ കൊടുക്കുന്നില്ല എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. പക്ഷേ വീട്ടിൽ എല്ലാവരും പറഞ്ഞു കൊടുക്ക്. അങ്ങനെ ഞാൻ ആ വിസയ്ക്ക് കൊടുത്തു. ജൂൺ 18-ാം തീയതി ഞാൻ ആദ്യം ഒരു ഹാഫ് പേയ്മെൻറ്റാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ജൂൺ 18-ാം തീയതി എനിക്ക് മെഡിക്കൽ വന്നു. 18-ാം തീയതിയാണ് എറണാകുളത്ത് മെഡിക്കൽ. അങ്ങനെ മെഡിക്കലിന് പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി രാവിലെ എറണാകുളത്തെത്തി. മെഡിക്കലിന് പോകാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് ഒരു സാധനം അകത്ത് കയറ്റുന്നില്ല. ഒരു സാധനം, ഒരു ചെറിയ മുട്ടുസൂചി പോലും മെഡിക്കൽ റൂമിൻ്റെ അകത്ത് ആ ഡോറ് വഴി അകത്ത് കയറ്റാൻ സമ്മതിക്കുന്നില്ല. എല്ലാ സാധനം, ക്യാഷ് തൊട്ട് എല്ലാ സാധനവും ഊരി ഒരു ലോക്കറിൽ വെച്ച് പൂട്ടി. ആ ചാവി മാത്രമേ എനിക്ക് അകത്ത് കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ പക്ഷെ അതിന് മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, ഉടമ്പടി ഉപ്പ് ആരും കാണാതെ ആ ഡോറിൻ്റെ സൈഡ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ആ ഉപ്പ് അവിടെ ഇട്ട് ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ ശരീരത്ത് മൊത്തം ഞാൻ പുരട്ടി. കയ്യിലും കാലിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ ശിരസിലും എല്ലായിടത്തും പുരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അകത്ത് കയറി. ഫസ്റ്റ് കയറി നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കണം. കൊടുത്തതിന് ശേഷം അവരെൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് കുറച്ച് ക്യാഷും കൂടെ കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3.5-4 മണിക്കൂർ കൊണ്ട് മെഡിക്കൽ തീരുന്നതിന്, നിങ്ങൾ കുറച്ച് ക്യാഷ് അടച്ചാൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ മെഡിക്കൽ ഫുള്ളായിട്ട് തീരും. അപ്പം ആ സമയത്ത് ഞാൻ ചിന്തിച്ച്, എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരാണ്, വേണ്ട ക്യാഷൊന്നും കൊടുക്കണ്ട, നമുക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് നോർമൽ മതി, എനിക്ക് സ്പീഡൊന്നും വേണ്ട. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് ഞാൻ അകത്ത് കയറി. എൻ്റെ ഫിംഗറിങ് ഐ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഞാൻ ഇരിക്കുകയാണ്. അടുത്ത ഫുൾ മെഡിക്കലുണ്ട്, ചെക്കപ്പ്, ബ്ലഡ്, ഷുഗർ എല്ലാം ബ്ലഡ് ചെക്കപ്പ് ഉണ്ട്. അങ്ങനെ അകത്ത് കയറി ബ്ലഡെല്ലാം ആ സമയത്ത് ഫുൾ പ്രാർത്ഥനയിലാണ്. വിശ്വാസ പ്രമാണം, മരീൻ ഉടമ്പടി പ്രാർത്ഥന എല്ലാം ചൊല്ലി എല്ലാം ചെക്കപ്പും. 1 മണിക്കൂർ 1.25 മണിക്കൂർ മുമ്പ് എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. എന്നിട്ട് എന്നെ അവരടുത്ത് പറഞ്ഞതാണ് ലാസ്റ്റ്, നിങ്ങൾ പോകരുത്, ഞാൻ ട്രിവാൻഡ്രത്താണ്, നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യണം. ഒരു 3-3.5 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. കാരണം ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ മെഡിക്കലിന് വിളിക്കും. അപ്പം ഞാൻ ഉടമ്പടിയിലാണല്ലോ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ നേരെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ പോയി. ടിക്കറ്റും എടുത്ത് ഞാൻ അവിടെ ഇരുന്നു, വെയിറ്റിംഗ് റൂമിലിരുന്നു. എനിക്കറിയാം എന്തായാലും അമ്മ കൂടെ ഉണ്ട്, മെഡിക്കലല്ലേ, ഇനി എന്ത് വിഷയമായാലും അമ്മ കൂടെ ഉണ്ടല്ലോ, എനിക്കിനി ഒരു ടെൻഷനും വേണ്ട. വീട്ടിൽ നിന്ന് വിളിച്ചു, ഒരു ടെൻഷനും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിൻ വന്നു. ഞാൻ ട്രെയിൻ കയറി നേരെ എൻ്റെ വീട്ടിലെത്തി. വ്യാഴാഴ്ച 18-ാം തീയതി മെഡിക്കൽ കഴിഞ്ഞ്, സാധാരണ മെഡിക്കൽ കഴിഞ്ഞാൽ 1-2 ആഴ്ചയൊക്കെ എടുക്കും. ഇതിൻ്റെ ഇപ്പം പാസ്സായില്ലെങ്കിലോ അല്ലെങ്കിൽ പാസ്സായാലോ എന്തായാലും 1-2 ആഴ്ച പിടിക്കും. പക്ഷേ എനിക്ക് വ്യാഴാഴ്ച 18-ാം തീയതി, ജൂൺ 18-ാം തീയതി മെഡിക്കൽ കഴിഞ്ഞു. ജൂൺ 20-ാം തീയതി എൻ്റെ വിസ വന്നു. ഖത്തറിലാണ്. അങ്ങനെ വലിയൊരു സന്തോഷമായി. കാരണം 3 വർഷമായിട്ട് കൊടുക്കാത്ത ഏജൻസികളില്ല. എൻ്റെ ഒരുപാട് പൈസ പോയി. അങ്ങനെ അമ്മയും തിരുക്കുമാരനുമായിട്ട് എനിക്കെൻ്റെ വിസ റെഡിയായി ജൂലൈ 20-ാം തീയതി. അങ്ങനെ അടുത്ത സാക്ഷ്യം പറയണം, അതാണ് എൻ്റെ മെയിൻ. ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സം എന്ന് പറഞ്ഞാൽ ഒരുപാട് തടസ്സം. ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല, ആകെ ടെൻഷൻ കാര്യങ്ങളുമാണ്. എന്നിട്ട് ഞാൻ ഉടമ്പടിയിലാണല്ലോ. അങ്ങനെ എൻ്റെ അളിയൻ്റെ അനിയനും അവരെല്ലാവരും ഖത്തറിലുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല, റൂം എടുക്കണം, ഇത് റെസിഡൻസ് വിസയാണ്. നിങ്ങൾ പോയിട്ട് ഏത് ജോലിയും ചെയ്യാം, നിങ്ങൾ പോയി തന്നെ ജോലി കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു 9-ാം തീയതി എനിക്ക് മെഴുകുതിരിയിൽ, എൻ്റെ മൊബൈലുണ്ട്, മെഴുകുതിരിയിൽ 2 ദിവസം മുമ്പ് 9 എന്ന ഡേറ്റ് കാണിച്ച്. ആ 9 എന്ന ഡേറ്റ് കാണിച്ചപ്പം എനിക്ക് മനസ്സിലായി 9-ാം തീയതി എന്തോ ഉണ്ട്. ഒന്നിൽ ടിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സാക്ഷിയായിരിക്കാം. അങ്ങനെ 9-ാം തീയതി വീട്ടിൽ നിന്ന് എല്ലായിടത്തു നിന്ന് കോൾ വരിക, ഖത്തറിൽ നിന്നൊക്കെ. പെട്ടെന്ന് ടിക്കറ്റ് യുദ്ധം സ്റ്റാർട്ടായിരിക്കുകയാണ്, പെട്ടെന്ന് ടിക്കറ്റ് എടുക്കണം.
ഞാൻ പറഞ്ഞ് യുദ്ധം സ്റ്റാർട്ടാവട്ടെ, ടിക്കറ്റ് എടുക്കാം, കാരണം നമ്മൾ ഉടമ്പടിയിലാണല്ലോ. അങ്ങനെ ഇവരെല്ലാവരും പുഷ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് അമ്മയുടെ ഇടപെടലായിരിക്കാം. അങ്ങനെ ഞാൻ പോയി ഈ മാസം ലാസ്റ്റ് 29-ാം തീയതി ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് ഇനി അടുത്ത ജോലി റൂമാണ്. അങ്ങനെ ഇതും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇഷ്ടംപോലെ കോൾസ് വരിക. ഒരു ടെൻഷനും വേണ്ട, അമ്മ അവിടെ ഇടപെട്ടിട്ടുണ്ട്. അമ്മ എനിക്ക് മുമ്പേ പോയി നിന്റെ മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ഇരുമ്പോ ഡാമ്പലും ഒടിക്കുകയും ചെയ്യും. ഈ ഒരു വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനമാണ്. അപ്പം ഞാൻ നിനക്ക് മുമ്പേ നിന്റെ ദൂതനെ അയക്കും, അവൻ നിനക്ക് വഴിയൊരുക്കും. അങ്ങനെ അമ്മ എനിക്ക് അവിടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് ഞാൻ രണ്ടാമത്തെ സാക്ഷ്യം പറയും. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് ഈ മാസം 29-ാം തീയതി ഞാൻ ഖത്തറിലോട്ട് പോവുകയാണ്. അടുത്ത സാക്ഷ്യം, മെയിൻ കാര്യം സാക്ഷിയാണ്. സാക്ഷ്യം പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഞാനൊന്നുമില്ലാത്ത സമയത്ത് എല്ലാവരും എഴുതി തള്ളിയിട്ടും എൻ്റെ അമ്മ എന്നെ പിടിച്ച് നിർത്തി, ഇവിടം വരെ കൊണ്ട് എത്തിച്ച് എല്ലാവരും മുമ്പിൽ എന്നെ ഉയർത്തി നിർത്തിയത് എനിക്ക് സാക്ഷ്യം പറഞ്ഞേ പറ്റൂ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റു പറയും. മത്തായി 10:32. ഈ ഒരു വചനം എനിക്ക് പറഞ്ഞേ പറ്റൂ. അങ്ങനെ ഞാൻ തിയേറ്ററിൽ പോകുമായിരുന്നു. ഞാൻ അങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സെല്ലാം അമ്മയും യേശുവാണ്. വേറെ എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാം വിട്ടിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അങ്ങനെ ഞാൻ തിയേറ്ററിൽ ചുമ്മാ ഫിലിം കാണാൻ പോകും. പുതിയ ഫിലിം ഇന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നാളെ ഫസ്റ്റ് ചോദിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ എല്ലാ കാര്യം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കൃപാസനത്ത് വരുന്നത് പോലും ഒറ്റയ്ക്കാണ്. അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫിലിം കാണാൻ വേണ്ടി തിയേറ്ററിലോട്ട് പോയപ്പോഴത്തേക്ക് ഫസ്റ്റ് ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് ഫസ്റ്റ് ഒരു ഫിലിമാണ് ടിക്കറ്റ് എടുത്ത് 12-ാം നമ്പറാണ് സീറ്റ് നമ്പർ. ഓക്കെ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ഫിലിം ഇറങ്ങി. അത് കാണാൻ വേണ്ടി പിന്നെയും തിയേറ്ററിലോട്ട് പോവുകയാണ്. സെയിം 12-ാം നമ്പർ. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ആ സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ് എന്താണ് എനിക്ക് ഈ 12-ാം നമ്പർ വചനം എടുക്കുമ്പോഴും 12, 52, 12 ഇങ്ങനെ ഏഷ്യാവും അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചിന്തിക്കുക എന്താ ഇത്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇത് നിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഡേറ്റാണ്. അങ്ങനെ ഇന്ന് 12-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുക്കിയതിനും ഈ അൾത്താരയിൽ എന്നെ എത്തിച്ചതിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ രോഗസൗഖ്യം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാണ്. എനിക്ക് ഈ 2 കൈയിലും തേമലെന്ന അസുഖം ഉണ്ടായിരുന്നു, വെള്ള കളർ. അതറിയാം, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. തേമൽ അത് ഭയങ്കര, നമുക്ക് ബോയ്സിൻ്റെ ഇടയിലായാലും നമുക്ക് വീട്ടിലായാലും ഭയങ്കര ഇറിറ്റേഷനാണ്. ഇത് കാണുമ്പോഴത്തേക്ക് മനസ്സിന് തന്നെ വിഷമമാണ്. അതെനിക്കൊരു ഫ്രണ്ട് വഴി കിട്ടിയതാണ്. അങ്ങനെ ഒരുപാട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചു, ജനറൽ ഹോസ്പിറ്റലിൽ കാണിച്ചു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, പ്രൈവറ്റിൽ കാണിച്ചു. അവർ ഓയിൽമെൻറ്റ് ആയിരുന്നു, ടാബ്ലറ്റ് ആയിരുന്നു. ഇതൊക്കെ പുരട്ടി ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരു രക്ഷയില്ല. 1 വർഷമായിട്ടും ഒരു രക്ഷയില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ബോഡി ഫുള്ളും പടരും. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ടാബ്ലറ്റും ഓയിലൊക്കെ എടുത്ത് വേസ്റ്റ് തന്നെ കളഞ്ഞു. ഉടമ്പടി തൈലം വിശ്വാസമാണെന്ന് ചൊല്ലി ഡെയിലി രാവിലെയും ഉറങ്ങുന്നതിന് മുമ്പ് രാത്രിയും പ്രാർത്ഥിച്ച് പുരട്ടാൻ തുടങ്ങി. 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഷോക്കായി പോയി. എൻ്റെ ഈ 2 കയ്യിലും, എൻ്റെ മസിലില്ല, 2 കയ്യിലും വെള്ള പാണ്ടയില്ല. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, 2 കയ്യിലും വെള്ള പാണ്ടയില്ല. ഞാൻ തന്നെ ഷോക്കായി പോയി. എൻ്റെ അമ്മയും എൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും ഷോക്കായി പോയി. അതാണ് എൻ്റെ രോഗസൗഖ്യം. പിന്നെ വരുന്നത് ആത്മീയമായിട്ട് ഞാൻ ഉയർന്നതാണ്. ആത്മീയമായിട്ട് 28 വർഷം ദൈവത്തെ അറിയാതെ ലഹരിക്കും ഫ്രണ്ട്സ് പല പരിപാടികളും ഉണ്ടായിരുന്നു ആ ഒരു പ്രായത്തിൻ്റെ ഇതിൽ. അങ്ങനെ പള്ളിയിൽ പോകത്തില്ല. പക്ഷേ ഞാൻ 8 വർഷം ദുബായിലായിരുന്നപ്പോഴത്തേക്ക് എല്ലാ രാത്രിയും ഞാൻ ബൈബിൾ വായിക്കും മുടങ്ങാതെ. സങ്കീർത്തനം 91, കർത്താവിൻ്റെ സംരക്ഷണം, അതാണ് എനിക്ക് ശക്തി തരുന്ന വചനം. ആ ഒരു വചനത്തിലൂടെ ഞാൻ മുന്നോട്ട് പോകും. പക്ഷേ പ്രാർത്ഥനയില്ല, പള്ളി പോക്കില്ല, കുർബാനയില്ല, കുമ്പസാരയില്ല, ഒന്നുമില്ല. അങ്ങനെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാൻ പറ്റി, അമ്മയെ മുറുകെ പിടിക്കാൻ പറ്റി, എൻ്റെ ആത്മീയമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. ഞാനിപ്പോൾ ഡെയിലി പള്ളിയിൽ പോകും. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളി, വെട്ടുകാട് പള്ളി തീർത്ഥാടന കേന്ദ്രമാണ്, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, തിരുവനന്തപുരം. അപ്പം ഞാൻ രാവിലെ പള്ളിയിൽ പോകും. പിന്നെ ചില സമയത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ വൈകിട്ടും പോകും. ചിലപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ വൈകിട്ടും പള്ളിയിൽ പോകും, കുർബാന കൂടും, യേശുവിനെ സ്വീകരിക്കും. അതെനിക്ക് ഭയങ്കര ഒരു ആക്രാന്തമാണ്. എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ കിട്ടുന്നത് തന്നെ എനിക്ക് വലിയൊരു അത്ഭുതമാണ്. എൻ്റെ
ജീവിതത്തിൽ. അങ്ങനെ ആത്മീയമായിട്ട് മാറാൻ പറ്റി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തന കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് പത്രം. ഫസ്റ്റ് ഉടമ്പടി എടുത്ത് പത്രം കൊണ്ട് കൊടുക്കുന്നത് പള്ളിയിലായിരുന്നു. ഫസ്റ്റ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് നേരെ പോകുന്ന ഞങ്ങളുടെ വെട്ടാട് പള്ളിയിൽ തന്നെ, അവിടെ സൺഡേ മാസ് കഴിഞ്ഞ് ഒരു സന്ധ്യ സമയത്ത് ഞാൻ പെട്ടെന്ന് കൊണ്ടേ കൊടുത്തിട്ട് അങ്ങ് പോയി. അപ്പോൾ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചിന്തിച്ച്, ഇതിങ്ങനെയല്ല പത്രം കൊടുക്കേണ്ട, അമ്മയുടെ കൈയാണ് ആ പത്രം എന്ന് പറയുന്നത്, അമ്മയുടെ കൈയാണ്. അപ്പോൾ ആ കൈ നമുക്ക് എത്തേണ്ട മനുഷ്യരുടെ കയ്യിലെത്തണം. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഹോസ്പിറ്റലിൽ ഞങ്ങളവിടുത്തെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, കിംസ്, അങ്ങനെ എല്ലാം മിക്ക ഹോസ്പിറ്റലിൽ ഞാൻ പോകാൻ തുടങ്ങി. പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാ പത്രത്തിലും ഉടമ്പടി തൈലം പുരട്ടും. പിന്നെ വചനങ്ങൾ എഴുതാൻ തുടങ്ങി. ബൈബിളിൽ നിന്നൊരു ചെറിയൊരു വചനം, ഒറ്റ വാക്യത്തിലുള്ള, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്, അങ്ങനത്തെ ചെറിയ വചനങ്ങൾ ഞാൻ അവിടുത്തെ എല്ലാ പേപ്പറിലും എഴുതാൻ തുടങ്ങി. എല്ലാ പേപ്പറിലും എഴുതിയിട്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നെ കൊടുക്കും. എനിക്ക് കിട്ടിയ മാനസാന്തരവും എൻ്റെ കുടുംബത്തിൽ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളും എല്ലാം പറഞ്ഞു തന്നെ ഞാൻ പത്രം കൊടുക്കും. കൃപാസനം ആലപ്പുഴയാണ്, നിങ്ങൾ പോകണം, ഉടമ്പടി എടുക്കണം. അമ്മ ഒരിക്കലും കൈവിടത്തില്ല. പിന്നെ കാശ് രൂപം മേടിച്ചു കൊടുക്കും. പത്രം കൊടുത്തതിന് ശേഷം അടുത്ത കാശ് രൂപമാണ്, അല്ല പത്രവും കാശ് രൂപവും ഒരുമിച്ച് കൊടുക്കത്തില്ല. പത്രം കൊടുത്തതിന് ശേഷം അടുത്ത കാശ് രൂപം കൊടുക്കും. അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളും രണ്ട് ടൈമിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാരെ എനിക്കിതിലൂടെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കാശ് രൂപം കൊടുത്തു. പിന്നെ നമ്മുടെ പ്രത്യക്ഷീണ പ്രാർത്ഥന ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കും. അങ്ങനെ എൻ്റെ പ്രേക്ഷണ പ്രവർത്തനം മുന്നോട്ട് പോയി. അങ്ങനെ ഒരു സമയത്ത് മെഡിക്കൽ കോളേജിൽ പ്രേക്ഷണ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് 2 പത്രമുണ്ട്. അപ്പോൾ 2 പത്രം എനിക്ക് ലാസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 2 പത്രം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു അമ്മച്ചി വരുന്നു. കഴുത്തിൽ ഇങ്ങനെ ഇരിക്കുക മുഴ. അപ്പം അമ്മച്ചിയോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അമ്മച്ചിക്ക് ഞാൻ പത്രം കൊടുത്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, മോനെ ഈ അമ്മച്ചിക്ക് ഇങ്ങനെ മുഴയാണ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യാം. ഓക്കെ, നമുക്ക് അപ്പോൾ തൊട്ടടുത്ത് RCC ക്യാൻസർ സെൻ്ററാണ് ട്രിവാൻഡ്രം. അങ്ങനെ RCC സെൻ്ററിലോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും തന്നെ അമ്മച്ചീനെ ഓട്ടോ പിടിച്ച് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അവിടുത്തെ മാനേജറിനെയും ഡോക്ടേഴ്സിനെ എല്ലാവരെയും കണ്ടു, സംസാരിച്ചു. ആ ചേച്ചി വന്നിട്ട് CRPF ആണ്, ട്രിവാൻഡ്രം എയർപോർട്ടിലെ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി ഹോസ്പിറ്റലിൽ പോയി സംസാരിച്ചു. അവർ പറഞ്ഞു, ഓക്കെ നമുക്കിവിടെ അഡ്മിറ്റ് ആക്കാം, പക്ഷേ ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ട്, പിന്നെ ബൈസ്റ്റാൻഡറും വേണം. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ അമ്മച്ചിയുടെ നിന്ന് ഒരു മോളുടെ മൊബൈൽ നമ്പർ മേടിച്ച് അങ്ങനെ ഒരു മോളെ വിളിച്ചിട്ടൊക്കെ സംസാരിച്ച് മോള് പറഞ്ഞ് നേരെ ചെക്കപ്പ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഡോക്ടറും പറഞ്ഞു, ഒരു കാര്യം നിങ്ങളൊരു ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നേരെ അമ്മച്ചീനെ എടുത്തുകൊണ്ട് പോയിട്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ചെക്കപ്പും ചെയ്ത് അമ്മച്ചിക്ക് കുറച്ച് ക്യാഷും കൊടുത്ത്, ഇതിവിടെ പറഞ്ഞ് ഇവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ സാക്ഷ്യമായിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം അമ്മച്ചിക്ക് കൊടുത്തിട്ട് ഒരു ഓട്ടോ കയറ്റി അമ്മച്ചി ഞങ്ങൾ വീട്ടിൽ വിട്ട്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കുക, കോൺടാക്റ്റൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് കോൺടാക്റ്റ് ഇല്ല. അപ്പം അതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തി. പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ആരോരും ഇല്ലാതെ, അവർക്ക് ഒരു നേരം ആഹാരം പോലും ഇല്ലാതെ, നമ്മൾ സംസാരിച്ചാൽ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. അച്ഛനമ്മമാരുണ്ട്, ആശ്രമം, അങ്ങനെ അവിടെയൊക്കെ ഞാൻ പോകും, അവരെ കുളിപ്പിക്കും, രോഗികളെ കുളിപ്പിക്കും. ഡെയിലി പോവും, മാസങ്ങളോളം പോയിക്കൊണ്ടിരുന്നു. അവരെ കുളിപ്പിക്കും, ഡ്രസ്സ് ഇടും, അവർക്ക് എന്ത് മുടി കെട്ടി കൊടുക്കും, ഷേവ് ചെയ്യും, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. എന്നിട്ട് ഞാൻ രാവിലെ പള്ളിയിൽ പോയി ഞാൻ നേരെ പോണ പ്രഷർ പ്രവർത്തനം കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യാനാണ്. അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തി. പിന്നെ ഇതുവരെ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 34-ാം അധ്യായം 16-ാം തിരുവചനം. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ഫെമിൻ എന്ന ഈ സഹോദരൻ്റെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഈ മകൻ ഇവിടെ ഏറ്റുപറഞ്ഞത്. ഉടമ്പടി ഒരു വ്യക്തിത്വമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ സാക്ഷ്യത്തിലൂടെ നാം കാണുന്നത്. ഈശോയെ കൈവിടാൻ പറ്റാത്ത അത്രമാത്രം ആഴത്തിൽ ഇടപെട്ട ഒരു അനുഭവ സാക്ഷ്യമാണ് ഈ മകനിവിടെ ഏറ്റുപറഞ്ഞത്.
സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഒരു തരത്തിലും ഞാൻ ഈശോയെ കൈവിടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്രൈബ് കൊടുത്താൽ വളരെ പെട്ടെന്ന് സമയച്ചുരുക്കം സാധ്യമാക്കാം എന്നെല്ലാം ഉള്ള സമയത്ത് പോലും ഉടമ്പടി എന്നെ നയിക്കുന്നു എന്ന് ഏറ്റുപറയാൻ മാത്രം ശക്തിയുള്ള ഒരു സാക്ഷ്യമാണ് ഈ മകൻ ഏറ്റുപറഞ്ഞത്. ഖത്തറിലേക്ക് പോകാനുള്ള മെഡിക്കൽ ടൈമിൽ ടെസ്റ്റിൻ്റെ സമയത്ത് ഈ മകന് ഒരു പക്ഷേ വേണമെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെങ്കിൽ അല്പം പൈസ കൊടുത്താൽ സാധ്യമാകുമായിരുന്നു എന്നുള്ള അവസ്ഥയിൽ ഈ മകൻ ഏറ്റുപറയുന്നത്, ഞാൻ ഉടമ്പടിയിലാണ്, എനിക്ക് അവിശ്വസ്തത എനിക്ക് ചേരുകയില്ല. അങ്ങനെ നാം സുവിശേഷത്തിൽ വായിക്കുന്ന ലാസറിൻ്റെ ഈശോ ഉയർപ്പിച്ച ഈശോയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായ ലാസറിൻ്റെ സഹോദരി മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവളിൽ നിന്ന് 7 അശുദ്ധാത്മാക്കളെ ഈശോ എടുത്തു മാറ്റി എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. സുവിശേഷം പരിചയപ്പെടുത്തുന്ന അന്നുണ്ടായിരുന്ന ആ മക്കൾ തന്നെ ഇന്നും ഈശോയിലേക്ക് അടുക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ. നീതിമാന്മാരെക്കാൾ എന്നതിനേക്കാൾ അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗം വളരെയധികം സന്തോഷിക്കുന്നു എന്ന് നമുക്കറിയാം. ഫെമിന എന്ന ഈ സഹോദരൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്ത് നീ എന്നെ അനുഗമിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ് ഈശോ പറയുന്നത്. നീയും പോയി അതുപോലെ ചെയ്യുക എന്നതിൻ്റെ കൃത്യമായ ഒരു ഫോളോ അപ്പ് ഈ മകനിവിടെ അൾത്താരയിൽ ഏറ്റുപറയുകയാണ്. യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറഞ്ഞിട്ട് വേണം ഓരോ സമയവും നാം ഉടമ്പടി തൈലം ഉപയോഗിക്കാൻ. അങ്ങനെ രക്ഷ പ്രാപിച്ച ഒരു മകനാണ്. മകൻ്റെ ദുശീലത്തിൽ നിന്ന് ലഭിച്ച ഒരു അസുഖത്തെക്കുറിച്ചും ഈ മകൻ പറയുകയുണ്ടായി. ആ വെള്ളപ്പാട് വളരെ മാസങ്ങളായി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഒട്ടും തന്നെ സൗഖ്യപ്പെടുന്നില്ലായിരുന്നു. പക്ഷേ വിശ്വാസത്തോടുകൂടി ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചതും എല്ലാം ഈശോയുടെ കരസ്പർശമാണ്. ഈശോയുടെ സ്പർശം ലഭിച്ചവരാരും തന്നെ അവിടെ നിന്ന് അകന്നു പോകുന്നില്ല എന്ന് ഈ മകനെ ഏറ്റു പറയാൻ സാധിക്കുന്നു. ഫെമിനി ലഭിച്ചതുപോലെ ഒരുപാട് മക്കളാണ് ഈശോയിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ടും ഉഴപ്പിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്കെല്ലാം വളരെയധികം പ്രചോദനം നൽകുന്ന ഈ സാക്ഷ്യത്തിനെ, ഒരു നല്ല പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയാൻ സാധിച്ചതിനെ, കൃപ ലഭിച്ചതിനെ, ഫെമിനെ പോലെ സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.